ഈ PMJJBYയിൽ നമ്മൾ പറഞ്ഞു 18 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാക്സിമം ലൈഫ് കവർ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ബാങ്ക് അക്കൗണ്ട് ഉള്ള ഏതാളുകൾക്കും ഇതിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ടത് 330 രൂപയാണ്. ആനുവൽ പ്രീമിയം 330 രൂപയാണ്. LIC പോലെയുള്ള LICയും മറ്റുള്ള ഇൻഷുറൻസ് കമ്പനീസും ഒക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീം ഓഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം അടൽ പെൻഷൻ യോജന, APY എന്ന് പറയും. APY വന്നിട്ടുള്ളതും 2015 9th May ആണ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. നമുക്കറിയാം ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമുകളാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ PMJJBYയും അതിന് മുമ്പത്തെ 2015 വന്ന സ്കീമുകളൊക്കെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൈം മിനിസ്റ്ററുടെ ഇതിൽ വന്നിട്ടുള്ള സ്കീമുകളാണ്. ഇനി ഇത് it is open to all saving bank or post office savings bank account holders in the age group of 18 to 40 years and the contributions differ based on pension amount chosen. അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഏതാളുകൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഒന്നുകിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതി. അതായത് ഏതെങ്കിലും SBIയിലോ കനറ ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ ഏതെങ്കിലും ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട് ഉള്ള ആളായാലും ഇതിലെന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇത് പറ്റുന്നത്. ഇതിൽ ഒരു കോമൺ എമൗണ്ട് അല്ല കിട്ടുന്നത്, പകരം നമ്മൾ ചൂസ് ചെയ്യുന്ന പെൻഷൻ എമൗണ്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, they will get guaranteed minimum monthly pension of ₹1,000 or 2,000 or 3,000 or 4,000 or 5,000 at the age of 60 years. നമ്മൾ ചൂസ് ചെയ്യുന്ന പെൻഷൻ സ്കീം ഏതാണോ ആ പെൻഷൻ സ്കീം പ്രകാരം ഉള്ള ഒരു എമൗണ്ട് ആണ് മന്ത്ലി അവർക്ക് എന്ത് ചെയ്യുന്നത്, പെൻഷനായിട്ട് കിട്ടുന്നത്. അത് അവരുടെ ആ ചൂസിങ്ങിനനുസരിച്ചിട്ടാണ് 2,000 ആണോ 3,000 ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ലിറ്ററലി ഇറ്റ് ഈസ് എ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. ഇറ്റ് ഈസ് എ ഗവൺമെൻറ് റൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഫോർ ദി ഇന്ത്യൻ പുവർ. നമ്മുടെ ഇന്ത്യയിലുള്ള പാവപ്പെട്ട സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമാണ്. ഓക്കെ, ദി ഒബ്ജക്റ്റീവ് ഓഫ് RSBY ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു BPL ഹൗസ് ഹോൾഡ് ആണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന ഫാമിലി എന്ന് പറയുന്നത് എന്തായിരിക്കണം, റേഷൻ കാർഡ് BPL ആയിരിക്കണം. BPL പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ, ആ മിനിമം ഇതുണ്ടല്ലോ, ആ ഇത്ര ആനുവൽ ഇൻകത്തിൻ്റെ താഴെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, BPL എന്ന് പറയാം. ഫ്രം ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ഹെൽത്ത് ഷോക്ക് ദാറ്റ് ഇൻവോൾവ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രോക്ക് വരുന്നു, നമ്മുടെ ലൈഫിൽ വിചാരിക്കാത്ത പോലെ അറ്റാക്ക് സംഭവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇതെന്ന് പറയുന്നത്. It provides for cashless insurance for hospitalization in public as well as private hospitals. പബ്ലിക് ഹോസ്പിറ്റലിലും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഈ സ്കീം എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ സ്കീം സ്റ്റാർട്ടഡ് എൻറോളിംഗ് ഓൺ April 1, 2008 ആൻഡ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ 25 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഈ ഒരു സ്കീം നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ഉപയോഗിക്കുന്ന, നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കറിയാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ വളാഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ നിസാർ ഹോസ്പിറ്റലിലൊക്കെ ഈ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡിൽ 5 മെമ്പർക്കാണ്, ഒരു കാർഡിൽ 5 മെമ്പർക്കാണ് അതിൽ ഇൻവോൾവ് ആകാൻ പറ്റുക. ആ 5 മെമ്പർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റൽ ചികിത്സ കിട്ടുന്നതാണ്. എന്നിട്ട് ആ എമൗണ്ട് പിന്നെ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റൽസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് റിസീവ് ചെയ്യും. അതിൻ്റെ സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ പാവപ്പെട്ട BPL ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അയൽവാസികളുടെ വീട്ടിലോ ഒക്കെ കണ്ടുവരുന്ന ഒരു സ്കീമുണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ, അതേപോലെ MES മാലപ്പറമ്പ് MESൽ ഈ കാർഡ് എടുത്തിരുന്നു. ഇപ്പം എന്തോ ഇഷ്യൂ ആയിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, സർക്കാരിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് റിന്യൂ ചെയ്യും. കിട്ടാനുള്ള പെൻഡിങ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്യും, റിന്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുള്ള ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർ റിസീവ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, RSBY എന്നുള്ള സ്കീമിൽ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ. ഇത്രയും സ്കീമുകളാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് സോഷ്യൽ സെക്യൂരിറ്റി, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ ടോട്ടൽ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ള സ്കീംസ് എന്ന് പറയുന്നത്. ക്ലാസ് നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക, വായിച്ച് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും സ്കീമിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എന്നെ ചോദിക്കുക കേട്ടോ.